ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നമ്മളിന്ന് അമൃതം പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് കുട്ടികൾക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടൊരു പൗഡറാണ്. അതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക് നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഇത് നമ്മൾ ഓവനൊന്നുമില്ലാതെ ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ടാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വീഡിയോയിലോട്ട് പോകാം. ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ റൂം ടെമ്പറേച്ചറുള്ള സാധനങ്ങൾ മാത്രം വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് വാനില എസൻസ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക പൊടിയാണെങ്കിലും ചേർക്കാവുന്നതാണ്. ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് വേണമെങ്കിൽ മിക്സിയിലാണ് നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം വേണം ബാക്കിയുള്ള പൊടികളൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബീറ്റ് ചെയ്ത സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതെൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ മിസ്സായിപ്പോയി. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അമൃതം പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ആദ്യം നമുക്ക് കുറേശ്ശെ പൊടി ചേർത്ത് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. മുഴുവനായിട്ട് പൊടി ഇട്ടതിന് ശേഷം മിക്സ് ചെയ്യരുത്. കുറേശ്ശെ പൊടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അമൃതം പൊടി ആയതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. ഞാൻ ഇത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ആവിയിലാണ് പുഴുങ്ങിയെടുക്കുന്നത്. ആവിയിൽ പുഴുങ്ങിയെടുത്ത ഒരു കേക്കാണിത്. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു കളറിന് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ല ഭയങ്കര കട്ടിയായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. എനിക്കിപ്പോൾ പാൽ ചേർക്കേണ്ട ആവശ്യം വന്നില്ല. ഇനി നമുക്കിത് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. എങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നമുക്ക് കേക്ക് കിട്ടുകയുള്ളൂ. ഇപ്പം നമ്മൾ ഈ പാത്രത്തിലേക്ക് ബാറ്ററെല്ലാം ഒഴിച്ചതിന് ശേഷം ഈ പാത്രം ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ്. ഇവിടെ ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കൊരു പാത്രം ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മളിതിനെ വെച്ച് കൊടുക്കുന്നത്. ഇത് വെച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു ചെറിയൊരു കമ്പി എൻ്റെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മളൊന്ന് കുത്തി നോക്കണം ഇത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഇത് കമ്പിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടിത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കണം. ആദ്യം ചൂട് മാറിയതിന് ശേഷം വേണം പ്ലേറ്റിലേക്ക് മാറ്റാൻ. ഇപ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയപ്പം നമുക്ക് നല്ലൊരു കേക്കായിട്ടാണ് കിട്ടിയേക്കുന്നത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു പോകുക. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം. ബൈ, താങ്ക് യു.